ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് ശ്യാനബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയാണ് സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത്. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ് പെരുമ്പടവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമുണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. അപ്പോൾ ഈ പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ് ഹെൻറി മോസ്ലി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? ആസിഡ് ചേർത്താൽ ലായനിയുടെ pH കുറയുന്നു, 7നേക്കാൾ കുറയുന്നു. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ് ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ആണ് IUCN ആണ്. IUCN ആണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ പ്രസ്താവന, പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അപ്പോൾ 2 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്.